ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RRB NTPCയുമായി ബന്ധപ്പെട്ട ഒരു തസ്തിക പരിചയപ്പെടാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള തസ്തികയാണിത്. അപ്പം ഈ തസ്തികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട്, അതായത് രണ്ട് തസ്തികളെ ക്ലബ് ചെയ്തുകൊണ്ട് RRB ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, റെയിൽവേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തസ്തികയാണ്. അപ്പം ഇതിൻ്റെ ജോബ് റോളും പേ സ്കെയിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് റെയിൽവേയുടെ ഉത്തരവ് പ്രകാരം രണ്ട് പർപ്പസുകൾ, അതായത് കൊമേഴ്ഷ്യലി ചെയ്തിരുന്ന പർപ്പസുകളും ഒപ്പം തന്നെ ടിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്തിരുന്ന സൂപ്പർവൈസറി ആൻഡ് ടിക്കറ്റ് പ്രിന്റിംഗ് പോലുള്ള റെസ്പോൺസിബിലിറ്റീസിനെയും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ തസ്തികയാണ്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു പുതിയ പേരിൽ, അതായത് 2024 ഒരു നോട്ടിഫിക്കേഷനിലെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു. കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയ തസ്തികയാണ്. ഇതിന്റെ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തസ്തിക നമ്മൾ ഏതാണ്ട് താഴെ കാണുന്നുണ്ട്, അതായത് +2 ലെവലിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചീഫ് എന്നൊരു ടൈം ഉണ്ടായില്ല, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്നൊരു തസ്തികയാണ്. ഏതാണ്ട് ജോലിയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങളും സാലറിയും പേ സ്കെയിലും പേ ബാൻഡും വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ട രണ്ട് ജോലികളും സേഫ്റ്റി സൈഡിൽ നിന്ന് വരുന്നതാണ്. റെയിൽവേയുടെ ഒരു സേഫ്റ്റി സൈഡിൽ നിന്ന് വരുന്നതാണ്. അത് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള, ട്രെയിനുകൾ കടന്നു പോവുകയും വരികയൊക്കെ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ അത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും സുഖകരമായ കാര്യം. സുഖകരമായിട്ട് ജോലി ചെയ്ത് സാലറി മാത്രം വാങ്ങിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അധികം റെസ്പോൺസിബിൾ, അതായത് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഒരു പോസ്റ്റ് വളരെ സുഖകരമായ ഒരു പോസ്റ്റാണ്. എന്നാൽ കുറച്ച് സ്റ്റാറ്റസ് ഉള്ള സ്റ്റേഷൻ മാസ്റ്ററെ പോലെയും എന്ന് പറയുന്ന ഒരു ട്രാക്ക് റെക്കോർഡിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു തസ്തികയല്ല താനും. ഇതാണ് ഈ ഒരു തസ്തികയുടെ ഓവറോൾ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പേ സ്കെയിൽ അല്ലെങ്കിൽ സാലറി സ്കെയിലിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇത് നോൺ സേഫ്റ്റി തന്നെയാണ്, എന്നാൽ സാലറി ഉയർന്ന തസ്തികയുള്ള ഡിഗ്രി ലെവലിലുള്ളതാണ്. ഇതിൻ്റെ ബേസിക് സാലറി വന്നിട്ട് ഏതാണ്ട് 29,200 പറയുന്നത്. ഇനി DA വന്നിട്ട് 14,600 വരുന്നുണ്ട്. അപ്പോൾ ഇൻ പേ ടോട്ടൽ ഹാൻഡിൽ ഏതാണ്ട് 48,736 രൂപ വരുന്നുണ്ട്. അതായത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഒക്കെ ഒരു ബേസ് ലെവൽ വെച്ച് ഇതൊരു ആവറേജ് ഇൻകം മാത്രമാണ്. ഇത് കൂടാനും കുറയുവാനുമുള്ള സാധ്യതയുണ്ട്. കാരണം സിറ്റികളുടെ അടിസ്ഥാനത്തിൽ HR വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ ഘടകം അനുസരിച്ചും ചില ഷെഡ്യൂൾഡ് ഏരിയാസ്, അതായത് ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മാവോയിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റൂറൽ ഏരിയ, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ ചില ഇൻസെൻറ്റീവ്സ് റെയിൽവേ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ഒരു ആവേശികമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലർക്ക് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പുതിയൊരു തസ്തിക ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സാലറി ബേസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഓരോരോ പോസ്റ്റിലേക്ക് വരുമ്പോൾ, കൊമേഴ്ഷ്യൽ പോസ്റ്റിലേക്ക് വരുമ്പോഴും ഒപ്പം തന്നെ ടിക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് വരുമ്പോഴും ഈ ഒരു തസ്തികയ്ക്കും സാലറിക്കും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷേ പേ ബാൻഡ് സെയിം ആണ്. അലവൻസസുകൾ പലതും മാറി മറിയുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് പ്യുവറായിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, ആ ക്ലറിക്കൽ ജോബ് ചെയ്യുന്നവരുടെ റെസ്പോൺസിബിലിറ്റീസിന്റെ ബേസിൽ നിന്ന് ഒരു ഐഡിയയിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇത് തന്നെ ആവണമെന്നില്ല ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനിയും ഇതിനകത്ത് സൂപ്പർവിഷൻ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സൂപ്പർവിഷൻ ഉണ്ടാവണം. ഈവൻ ടിക്കറ്റ് മേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ടിക്കറ്റ് പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം. ഇനിയും കൊമേഴ്ഷ്യലായിട്ട് ബന്ധപ്പെട്ട, അതായത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൊമേഴ്ഷ്യൽ സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ മാനേജീരിയൽ റോളും റെസ്പോൺസിബിലിറ്റീസും നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെസ്പാച്ചും ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള ആ കൺസേൺഡ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ സ്റ്റേഷനിൽ നിന്നുള്ള കയറ്റുമതി നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ പാസഞ്ചർ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള ടിക്കറ്റ് പ്രിന്റിംഗ്, അവരുടെ ഫെസിലിറ്റേഷൻ, അതിനകത്തുള്ള ക്ലറിക്കൽ ജോബുകൾ, അതിൻ്റെ സൂപ്പർവിഷണറി ജോബുകൾ, അങ്ങനെയുള്ള ജോലികൾ നമ്മളിവിടെ ചെയ്യേണ്ടി വരും. സ്റ്റേഷൻ മാസ്റ്ററുടെ കീഴിലാണ് നമ്മൾ ഈ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് പലപ്പോഴും കുറവാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു തസ്തികയുടെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ലീവ് കിട്ടുന്നതിനും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾക്ക് വേണ്ടി സമയം കട്ടുന്നതിനൊക്കെ ഒരു സൗകര്യം കൂടി ഈ ഒരു പോസ്റ്റിൽ ഉണ്ടാകും. എന്നാൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കേസിൽ അത് അവൈലബിൾ ആവണമെന്നില്ല. കാരണം വളരെ ഹെസ്റ്റിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. മാത്രവുമല്ല അദ്ദേഹം ഇവിടെ ചെയ്യേണ്ടുന്നത് സേഫ്റ്റി സൈഡിൽ നിന്ന് റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് സേഫ്റ്റി സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതിനകത്തുള്ള ഒരു പ്രൊമോഷൻ സ്കോപ്പാണ്. നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിലും ട്രെയിൻ ക്ലർക്കിലും ഒക്കെ കണ്ടതുപോലെയുള്ള ഒരു പ്രൊമോഷൻ സ്കോപ്പ് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പലപ്പോഴും ഇവിടുത്തെ പ്രൊമോഷൻ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് വഴിയുള്ള പ്രൊമോഷണൽ സ്കോപ്പുകളാണ് പറയുന്നത്. അതിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള പല പല ഘട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി വിവിധങ്ങളായിട്ടുള്ള റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ വഴി മാത്രമേ നമുക്ക് ഒരു പ്രൊമോഷൻ സ്കോപ്പ് ഉള്ളതായിട്ട് കാണുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തസ്തിക ഏറ്റവും പീസ്ഫുള്ളായിട്ട് പ്രിഫർ ചെയ്യുന്നൊരു തസ്തികയാണ്. എന്നാൽ വേക്കൻസികൾ കുറവുള്ളതുമാണ്. ഇപ്പോൾ നിലവിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന RRB വേക്കൻസികളിൽ കുറച്ച് കുറവ് തസ്തികകൾ കാണുന്നതും ഈ ഒരു പോസ്റ്റിലാണ്. അത് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പം നോക്കുക, ഇപ്പോൾ എല്ലാവരും RRB NTPC എഴുതുമ്പോൾ നമുക്ക് പ്രിഫറൻസ് വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് അതനുസരിച്ച് വെക്കുക. അത് നിങ്ങളുടെ ഓൺ പ്രിഫറൻസ് ആണ്. എന്താണ് തസ്തികാന്നും എന്താണ് പോസ്റ്റ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റ് തസ്തികകളുമായിട്ട് കാണാം. പ്രത്യേകിച്ചും ഓരോരോ തസ്തികകൾ നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ജോബ് റോൾ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഓവറോൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉള്ള ഒരു ക്ലറിക്കൽ ജോബിന് സമാനമായിട്ടുള്ളൊരു സൂപ്പർവിഷണറി റെസ്പോൺസിബിലിറ്റി ഉള്ള അത്യാവശ്യം ഡിഗ്രി ലെവലിൽ നല്ല സാലറി കിട്ടുന്നൊരു തസ്തികയാണ്. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഇത് എന്ന് കരുതുന്നു. ഇനി പറയുവാനുള്ള RRB NTPCയുടെ കോഴ്സുകൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ വളരെയധികം നിയമന സാധ്യതയുണ്ട്. അതായത് ഈ വർഷം തന്നെ എക്സാം നടന്നുവെന്നിരിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നടന്നുവെന്നിരിക്കാം. അപ്പം അടുത്ത വർഷം നമുക്ക് നിയമനം കിട്ടാൻ സാധ്യതയുള്ള നല്ല തസ്തികയാണ്. ഏതാണ്ട് 11,500 വരെ നിലവിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു തസ്തികയാണ് ഇതെന്ന് എടുത്തു പറയാമല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ RRB എപ്പോഴും എന്ത് ചെയ്യുന്നു, വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത ശേഷം പലപ്പോഴും ഇരട്ടിയിലധികം വേക്കൻസിയിലേക്കാണ് നിലവിലെ തസ്തികകളൊക്കെ മാറുന്നത്. ഇപ്പോൾ എല്ലാ തസ്തികകളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ RRB NTPCയിൽ അങ്ങനെ മാറ്റങ്ങളൊക്കെ കൂടായികയില്ല. അപ്പം നിലവിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ RRB NTPC എന്ന് പറയുന്നത്. നല്ല ഉയർന്ന ശമ്പളത്തിൽ, ഏതാണ്ട് തുടക്കത്തിൽ തന്നെ 50,000-നടുത്ത് ശമ്പളത്തിൽ ജോലിക്ക് കയറാമെന്നുള്ളത് ഒരു വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു അവസരം വളരെയധികം ഉപയോഗപ്പെടുത്തണം. ഈ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ പ്ലസ് നമുക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. ലൈവ് ക്ലാസ്സുകളുമുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ കാണാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നീട് ടെസ്റ്റ് സീരീസുകളുടെ ഒരു കോംബോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസും ഓരോ കണ്ടന്റ് വൈസും നമുക്ക് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. വീക്കിലി ടെസ്റ്റും അസസ്മെന്റ് ടെസ്റ്റും സെപ്പറേറ്റ് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു കോംബോ നമ്മൾ ഈ കോഴ്സിൻ്റെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് പ്രഗത്ഭരായിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്. പല റാങ്ക് ലിസ്റ്റിലും വിജയികളായ മെന്റേഴ്സാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും സംശയമുണ്ടെങ്കിൽ തീർക്കുന്നതിനായിട്ട് ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അതുകൂടാതെ വാട്സാപ്പിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഷൂട്ടപ്പ് ചെയ്യാനും അതിനുള്ള പരിഹാരം കാണാനും പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് ഓർത്തുകൊള്ളുക. അപ്പം മറക്കണ്ട, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായി താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.